കാലവർഷം അടുത്തതോടെ പൊന്നാനിയിലെ തീരദേശവാസികളുടെ നെഞ്ചിടിപ്പേറുന്നു. കടൽഭിത്തി നിർമ്മാണം പാതി വഴിയിലായതോടെ മൺസൂണിലെ കടലാക്രമണം കനത്ത നാശം വിതയ്ക്കും. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഈ പരിപാടി തുടങ്ങിയാൽ അത് കണ്ണിയിൽ പൊടി വരുന്നത് നമ്മൾ കൺമഷി ഇടുന്ന പോലെ കുറച്ച് ഗ്ലാമർ, അതായത് അവരുടെ പെട്ടിയിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതല്ല, ഇത് തീരത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് ആവശ്യമെങ്കിൽ ഇത്രയും മാസങ്ങൾ കൊണ്ട് ഇത് കണ്ടാൽ പോരാ. ഓരോ കടലാക്രമണ സമയത്തും കടൽഭിത്തി നിർമ്മിക്കുമെന്ന അധികൃതരുടെ പാഴ്വാക്ക് വിശ്വസിച്ച കടലോരവാസികൾക്ക് ഈ കടലാക്രമണത്തിലും സ്വസ്ഥതയോടെ വീടുകളിൽ കിടന്നുറങ്ങാനാകില്ല. പൊന്നാനി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരദേശ മേഖലയിൽ പുതുതായി നിർമ്മിച്ചത് 1100 മീറ്റർ മാത്രം കടൽഭിത്തി. ഈ മൺസൂൺ കാലം വരാൻ പോവുകയാണ്, കണ്ടില്ലേ? ഈ പൊന്നാനി നഗരസഭയ്ക്ക് 10 കോടി കിട്ടിയതിൽ പൊന്നാനി നഗരസഭക്കകത്ത് വെറും 600 മീറ്ററിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 11 കിലോമീറ്റർ ഉണ്ട് പൊന്നാനി മണ്ഡലത്തിൽ തീരദേശം. ആ 11 കിലോമീറ്ററിൽ ചെയ്തില്ലെങ്കിലും പൊന്നാനി നഗരസഭക്കകത്തെങ്കിലും ചെയ്യാൻ വേണ്ടി പൊന്നാനി MLA മുൻകൈ എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഈ പൊന്നാനി നഗരസഭക്കകത്താണ് കടൽഭിത്തി തീരെ ഇല്ലാത്തത്. പൊന്നാനി അയ്യൂർ തൊട്ട് പൊന്നാനി അയ്യൂർ വരെ ശാശ്വതമായി കടൽഭിത്തി ഇല്ല. ഇവിടെയൊക്കെ ഒരുപാട് കുടുംബങ്ങൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് ആക്ഷേപം. പൊന്നാനി വെളിയങ്കോട് പെരുമ്പടപ്പ് പരിധിയിലെ 11 കിലോമീറ്ററിലധികം പരിധിയിൽ വെറും 1100 മീറ്റർ ഭാഗമാണ് 10 കോടി ചിലവഴിച്ച് കടൽഭിത്തി നിർമ്മിച്ചത്. ഇതിൽ പൊന്നാനി നഗരസഭാ പരിധിയിൽ മരക്കടവ് മുതൽ അലിയാർ പള്ളി വരെയുള്ള 600 മീറ്റർ ഭാഗം, വെളിയങ്കോട് തണ്ണിത്തുറയിൽ 235 മീറ്റർ, പാലപ്പെട്ടിയിൽ 250 മീറ്റർ എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിർമ്മാണം പൂർത്തീകരിച്ച ഇടങ്ങളിൽ തന്നെ ചെറിയ കല്ലുകളിട്ടതിനാൽ ഇത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല. കടലാക്രമണം രൂക്ഷമായി ബാധിക്കുന്ന MES കോളേജിന് പിൻവശം, ഹിളർപള്ളി പരിസരം, മുറിഞ്ഞഴി, മൈലാഞ്ചിക്കാട് ഭാഗങ്ങളിൽ കടൽഭിത്തിക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതാനും മീറ്ററുകളെ വർക്ക് നടന്നിട്ടും ഇത് പുതുപൊന്നാനി, അതായത് മറ്റേ അഴിമുഖം വരെ ഇതന്നെയാണ് അവസ്ഥ. ഈ അഴിമുഖത്തിനുള്ളിൽ ഇതല്ലാത്ത ഒരു വർക്കും ഇവിടെ നടക്കുന്നില്ല. ഈ വർക്ക് തന്നെ കല്ല് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അവിടുന്ന് വേറെ ഭാഗത്തേക്ക് ഇട്ട്, കാരണം ഒരുപാട് എക്സ്പെൻസ് വരും, ചെലവ് വരും. നേരത്തെയുണ്ടായ കടലാക്രമണങ്ങളിൽ ഈ ഭാഗത്തെ കല്ലുകളെല്ലാം മണ്ണിനടിയിലാണ്. ഇതിനാൽ വീണ്ടും ഒരു കടലാക്രമണം ഉണ്ടായാൽ വലിയ നാശനഷ്ടമാകും സംഭവിക്കുക. അതേസമയം താലൂക്കിൽ പൂർണ്ണമായും ടെട്രോപാഡ് സംവിധാനത്തിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കുന്നതിന് ചെല്ലാനത്തു നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ പൊന്നാനി താലൂക്കിലെ തീരമേഖലകളിൽ പഠനം നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമുള്ള കടൽഭിത്തി നിർമ്മാണം കടലാക്രമണ സമയത്ത് കൂടുതൽ ദുരിതം വിതയ്ക്കും. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.